മാളിയപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? പേര് പറഞ്ഞ് തന്നെ കമന്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന എന്താണ് അഭിലാഷ് ചിന്തിച്ചിട്ടുള്ളത്? ചേട്ടാ എനിക്ക് അറിയില്ല സത്യത്തിൽ അത് എന്താന്നുള്ളത്. എനിക്കും എന്നെ ഒന്ന് രണ്ട് പേര് അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളിയപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ നേരെ അതിന് മുന്നത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാളിയപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലെ എൻ്റെ താഴെ വന്നിട്ട്. പക്ഷേ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടാ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെന്യുവിൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടല്ല. അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശം എന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. അപ്പം എന്നെ ആരും മോശം പറഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് ഇതിൻ്റെ സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിന് മുന്നേ ഇതിൻ്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളിയപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തതോ? ഒരു ഭക്തി ലെയറിലുള്ള ഒരു സിനിമ ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ആഫ്റ്റർ മാളിയപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ 3% കാണും. അതുവരെ മാറ്റിയെടുത്തിയാൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതിയോളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളിയപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് ഒന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക് ഒരു വീഡിയോ റിവ്യൂ ഇട്ടു. ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വീഡിയോ ഇട്ടില്ല. ഞാൻ ജെന്യുവിനായിട്ട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്റ്റ് ചെയ്യത്തുള്ളെന്നാണ് എൻ്റെ തോന്നൽ. ഈ ഒരു കഥയുടെ പശ്ചാത്തലം മാളികപ്പുറമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതാണ്. അപ്പൊ അഭിലാഷ് പറയുന്നു മാളികപ്പുറത്തിന്റെ ഓഡിയൻസ് ആ കുടുംബമാണ്, മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നതെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. ചില മാളികപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളികപ്പുറത്തിൻ്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം എന്ന് മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയാലോ, അത് ആദ്യത്തെ ഒരു 3 ദിവസം എക്സ്പെക്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ്, അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പം വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെൻറ്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 100% പറയുന്നു, ഞങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറേ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പം മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പടം ഇല്ല, സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്ത് വിഷ്ണു ഞാനും ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ട് സംസാരിക്കാറുള്ളത്. ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രം ഞങ്ങൾ പറയും ഇന്ന ആൾ ചെയ്ത് നന്നായിരിക്കും. അപ്പം അതിൽ
ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് വിടാത്ത കാര്യം ചെയ്തത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ചേട്ടാ ചേട്ടാ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പം പല സീക്വൻസിലേക്ക് റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്തതൊന്നുമല്ല. കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നോണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. സിനിമ കണ്ടായിരുന്നോ? ആളുടെ അഭിനയം എങ്ങനെയുണ്ട്? മോശമില്ലാത്ത രീതിയിൽ. ഓക്കെ. അല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? താങ്ക് യു. നീ എന്ത് ഉദ്ദേശിച്ചത്? ഇല്ല വേണ്ട, വിട്ട് അടുത്ത ക്വസ്റ്റ്യൻ.